സോഷ്യൽ മീഡിയയിൽ കാണുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മേരി ഹെയർ ഓയിലും അതുപോലുള്ള പല സിറംസും യൂസ് ചെയ്തിട്ടും നിങ്ങളുടെ ഹെയർ ഫോൾ ഒട്ടും കുറയുന്നില്ല എങ്കിലും അതുപോലെ തന്നെ പുതിയ ഹെയർ റൂട്ടിൽ നിന്ന് വരുന്നില്ല എങ്കിലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിൽ പലർക്കും പല രീതിയിലുള്ള ഹെയർ ഓയിലും സിറവും ഒക്കെ യൂസ് ചെയ്തിട്ടും ഹെയർ ഫോൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ചെക്കപ്പ് ഉണ്ട്. അതാണ് വൈറ്റമിൻ D3 ചെക്കപ്പ്. എക്സാമ്പിൾ, എൻ്റെ ഈ ഫ്രണ്ടിലെ ഹെയർ മുഴുവനും പോയി. അപ്പോൾ ഞാൻ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഹെയർ സ്പാ ചെയ്തു, അതുപോലെ ഹെയർ സ്പ്രേ ഉപയോഗിച്ചു, ഹെയർ ഓയിൽ യൂസ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വിദ്യകൾ, ഉള്ളിനീര് തേക്കുക, ആവണക്കെണ്ണ യൂസ് ചെയ്യുക, ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എനിക്ക് ഈ റൂട്ടിൽ നിന്ന് ഹെയർ വരുന്നില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ ഒരു സംശയം പറഞ്ഞു, വൈറ്റമിൻ D3 ചെക്കപ്പ് ചെയ്യൂ. പക്ഷേ ഈ വൈറ്റമിൻ D3 ചെക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് കിട്ടിയത്. കാരണം വൈറ്റമിൻ D3 എത്രയാണോ നമുക്ക് വേണ്ടത് ആ നോർമൽ ലെവലിൽ നിന്നും വളരെ ലോ ആയിട്ടുള്ളൊരു അളവിലാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ വൈറ്റമിൻ D3 എനിക്ക് തീരെ കുറവായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വൈറ്റമിൻ D3 കിട്ടുന്നില്ല? നമുക്കറിയാം, ഇന്ന് പലരും രാവിലെ കഴിഞ്ഞാൽ ഓഫീസിനകത്തിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് പോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ കാൽപാദവും ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതോടൊപ്പം നമ്മൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സൺലൈറ്റ് ഒട്ടും തന്നെ അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 75% ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നമാണ് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി. പക്ഷേ നമുക്കിത് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. നമ്മൾ വിചാരിക്കും ഹെയർ ഫോൾ വരുമ്പോൾ ഒന്നുകിൽ അത് വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷനായിരിക്കും എന്നൊക്കെ നമ്മൾ കരുതാറുണ്ട്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ D3 ചെക്കപ്പ് ചെയ്യുക. ഇതിന് ഇത്തിരി ഒരു കോസ്റ്റ്ലി ആണ് ഈ ചെക്കപ്പ്, അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കരുത്. വൈറ്റമിൻ D3 ടാബ്ലറ്റ് എടുത്താൽ ഇതിനൊരു ക്യൂർ കിട്ടുമെന്നും അറിയാം. എങ്കിലും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും നമ്മൾ മെഡിസിൻ എടുക്കരുത്. കാരണം ഓരോ ആൾക്കാർക്കും നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ D3യുടെ അളവനുസരിച്ചാണ് ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം വൈറ്റമിൻ D3 ടാബ്ലറ്റ്സ് കഴിക്കുക. നിങ്ങൾക്ക് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? എനിക്ക് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വന്നപ്പോൾ ഉണ്ടായ സിംറ്റംസ്, ഒന്ന് ഹെയർ ഫോൾ ആണ്. ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ അത്യധികം നമുക്ക് എന്തുകൊണ്ടും നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള ഒരു ഹെയർ ഫോള്. അതോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും ഉറക്കത്തൂക്കം, നമുക്ക് എന്ത് ചെയ്യാനും ഒരു ഉത്സാഹക്കുറവുണ്ടാകുന്ന ഒരവസ്ഥ, അതുപോലെ പേശീവേദന, ചെറിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എല്ലിന് പൊട്ടലുണ്ടാവുക, ഇതെല്ലാം വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ D3 നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അമിതമായിട്ട് വൈറ്റമിൻ D3 കിട്ടിയാലും നമുക്കത് ക്യാൻസർ പോലുള്ള ചർമ്മ രോഗങ്ങൾ ഉണ്ടാക്കും. സോ ഒരു ലിമിറ്റഡ് രീതിയിൽ നമ്മളെപ്പോഴും സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വരാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. വൈറ്റമിൻ D3യുടെ മറ്റൊരു ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടും. സോ നമ്മൾ മറ്റൊരു അസുഖത്തിന് മെഡിസിൻ എടുത്താലും അത് ക്യൂർ ആവാൻ ഒത്തിരി ലേറ്റ് ആവുകയും അത് നമുക്ക് ഫംഗസ് പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ വന്നാൽ ഇത് എത്ര മെഡിസിൻ എടുത്താലും ഇത് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതും വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസിയാണ്. ചുരുക്കി പറഞ്ഞാൽ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെയധികം കൂടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുന്നു. വൈറ്റമിൻ D3 കറക്റ്റ് അളവിലുണ്ടെങ്കിൽ മാത്രമേ നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്ക് സൂക്ഷിക്കാനും കഴിയുകയുള്ളൂ. ഞാൻ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അതോടൊപ്പം ഡോക്ടർ പറഞ്ഞതാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. സോ ഈ ചെക്ക് ചെയ്ത റിസൾട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വളരെയധികം ബാധിക്കുകയും അതോടൊപ്പം ചീത്ത കൊളസ്ട്രോൾ ലെവൽ വളരെയധികം കൂടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ഷുഗറിനെ ഒക്കെ ഇത് ബാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബേസ് നിയന്ത്രിക്കുന്ന ഒരു വൈറ്റമിൻ എന്നുകൂടി നമുക്ക് പറയാം വൈറ്റമിൻ D3. ചിലർക്കെങ്കിലും തോന്നുന്ന ഒരു സംശയമുണ്ട്, എന്താണ് വൈറ്റമിൻ D3? നമ്മൾ കേട്ടിട്ടുള്ളത് വൈറ്റമിൻ D ആണല്ലോ.
നമ്മൾ കേട്ടിട്ടുള്ള വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിം കാൽസിഫെറോൾ എന്നാണ്. നമ്മൾ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നും വിളിക്കാറുണ്ട്. ഈ വൈറ്റമിൻ ഡി 2 തരത്തിലുണ്ട്, വൈറ്റമിൻ D2 ആൻഡ് വൈറ്റമിൻ D3. വൈറ്റമിൻ D2നെ നമ്മൾ എർഗോ കാൽസിഫെറോൾ എന്നും വൈറ്റമിൻ D3യെ നമ്മൾ കോളേ കാൽസിഫെറോൾ എന്നും വിളിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ D3 കുറവാണ് എന്നതാണ്. വൈറ്റമിൻ D3 ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകളാണ് മലബന്ധം, ഓക്കാനം, ഛർദി മുതലായവ. ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇത് നമുക്ക് തനിയെ അത് മാറുന്ന പ്രശ്നങ്ങളാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടറെ കാണേണ്ട യാതൊരു ആവശ്യവും ഇല്ല. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിന് നമ്മൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം കൊള്ളിക്കുക എന്നതാണ്. നിങ്ങൾ അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ ആയാലും രാവിലെ ഒരു 8 മണിവരെയെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് സൂര്യപ്രകാശം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി മരുന്ന് യൂസ് ചെയ്യാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. വൈറ്റമിൻ D3 നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഫുഡ് ഐറ്റംസ് എന്താണെന്ന് നോക്കാം. ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, തൈര്, ലിവർ, കൂൺ, വാഴപ്പഴം, അതുപോലെ തന്നെ മത്സ്യം, ഇതൊക്കെ വൈറ്റമിൻ D3യുടെ ഉറവിടമാണ്. ഏത്തപ്പഴത്തിൽ വൈറ്റമിൻ ഡി നമുക്ക് ഡയറക്റ്റായിട്ട് ലഭിക്കുന്നില്ല, പക്ഷേ അതിൽ ധാരാളം മെഗ്നീഷ്യം ഉണ്ട്. ഈ മെഗ്നീഷ്യം വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുട്ടികളും മുതിർന്നവരും ഡെയിലി ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മൾ രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ് അത്തിപ്പഴം. നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ D3, കാൽഷ്യം, മെഗ്നീഷ്യം, അങ്ങനെ വളരെയധികം ധാതുക്കളുടെ ഉറവിടമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. അത്തിപ്പഴം കഴിക്കുന്നത് എപ്പോഴും നമ്മൾ രാത്രി കുതിർത്ത് വച്ചിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കരു എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെയും വൈറ്റമിൻ്റെയും നല്ലൊരു സ്രോതസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി 1-2 മുട്ട ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്ന ആൾക്കാർ, രോഗികൾ ഒക്കെ മുട്ട ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ അത് നമ്മുടെ ഊർജ്ജ നിലയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാനും നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ വൈറ്റമിൻ D3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മൊത്തം പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു വൈറ്റമിൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഫുഡ് ക്രമീകരിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ സൺലൈറ്റ് കിട്ടുന്നതിലൂടെയും ഒക്കെ നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ D3 ടെസ്റ്റ്. അത് ചെയ്ത് നമ്മുടെ വൈറ്റമിൻ ലെവൽ നമ്മൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം ഇതിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനും ആരോഗ്യം വീണ്ടെടുക്കാനും നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.